ആര്യനാട് പള്ളിവേട്ടയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലും പോസ്റ്റിലും ഇടിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയായ വിഘ്നേഷ്, ആയ സജല എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാക്കിയുള്ളവർക്ക് ആര്യനാട് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഇവരിൽ ചിലരെ SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റ കുട്ടികൾ ഇവരാണ്: വൈഷ്ണവി, ഹരികൃഷ്ണൻ, മുഹമ്മദ് സയാൻ, ബെഫിരാജ്, ഹരിഗോവിന്ദ്, അമേയ, സഫർ ഖാൻ, ഗോപിക, വൈഗ, തേജസ്, ദിയരാജ് എന്നിവരാണ് ആശുപത്രിയിൽ ഉള്ളത്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ജയനെ ആര്യനാട് പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. നെടുമങ്ങാട് കൈരളി അമൃത വിദ്യാലയത്തിൻ്റേതാണ് വാഹനം. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് സംശയം. നെടുമങ്ങാട് കൈരളി സ്കൂളിലെ ബസ് സാധാരണ സ്കൂളിൻ്റെ സമയം കഴിഞ്ഞിട്ട് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഒരു 4:30 മണി അടുപ്പിച്ച് പള്ളിവട്ട കടുവപ്പുഴയ്ക്ക് സമീപം ഈ ബസ്സിൽ പോകുമ്പോൾ വളരെ സ്പീഡൊന്നും ഉള്ളതായിട്ട് പരിസരത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു ബദാം മരത്തിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ 12 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ആയയും. 12 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പറ്റിയത്. ഈ ആയയ്ക്ക് ചെറിയ പൊട്ടലുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കുട്ടികളുടെ ചുണ്ടും പല്ലും ഒക്കെ തന്നെ ഇടിക്കുകയും അതുപോലെ നെറ്റിയും കവിളിടമൊക്കെ തന്നെ ഇടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പം നിലവിൽ പ്രാഥമികമായ ശുശ്രൂഷ ബാക്കി 11 കുട്ടികൾക്ക് കൂടെ കൊടുത്തു. 9 കുട്ടികൾക്ക് നല്ല പരുക്കുണ്ട്. അത് കൊച്ചു കുട്ടികളാണ്. അവിടെ പിന്നെ ചുണ്ടിലും പല്ല് പൊട്ടലുള്ള ഒരാളെ വിട്ടിട്ടുണ്ട്, SIT വിട്ടിട്ടുണ്ട്. ഡ്രൈവർക്ക് കംപ്ലൈൻ്റ് ആണ്. വേറെ വലിയ പേടിക്കേണ്ട വിഷയമല്ല. എന്നാലും എങ്ങനെയാണ് ഇത് നടന്നതെന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എത്ര കുട്ടികളുണ്ടെന്ന്? ബസ്സിലൊരു 10-20 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എത്ര വ്യക്തമല്ല. അപ്പോൾ ആർക്കും പരിക്ക് ഗുരുതരമായിട്ടുള്ള 2 പേരെ SIT വിട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ സ്കൂൾ ബസ് പുറപ്പെട്ടു. ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നു, ബസ് ഒരു മരത്തിലിടിച്ചോന്ന്. ഉടനെ തന്നെ ഞാനിവിടെ എത്തുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് വന്നായിരിക്കും ഇടിച്ചിട്ടുണ്ടാകുക. ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ പാരൻസ് ഉടനെ തന്നെ എത്തി വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർ പോയി, വീടുകളിൽ പോയി. ഒരു കുഞ്ഞിന് മാത്രം ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിരിക്കണം. അത് പല്ലിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഡ്രൈവർക്ക് പരിക്കില്ല. അറിയില്ല, ഡ്രൈവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തെ. ഉണ്ടായിരുന്ന ആന്റിക്ക് പരിക്കുണ്ട്. ആന്റിയെ കൂടി മെഡിക്കൽ കോളേജിൽ വിട്ടിരിക്കുകയാണ്. കയ്യിൽ ചെറിയ പൊട്ടലുണ്ടോ എന്നൊരു ഡൗട്ട്, പെയിൻ ഉണ്ട്. പിന്നെ മറ്റേ ആ കുഞ്ഞിനും ഈ ഫ്രണ്ടില് പല്ലിന് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ഈ ഫ്രണ്ടിലോട്ട് വന്ന് ഇടിച്ചതാണത്. കുട്ടികളുടെ തലയൊന്നും ഇടിച്ചിട്ടില്ല ആരെയും. എല്ലാവരുടെയും ചുണ്ടിന് ചെറിയ 3-4 കുട്ടികൾക്ക് ചുണ്ടിന് മുറിവുണ്ട്. ഡ്രൈവറോട് ഞാൻ ചോദിച്ചു. ഇപ്പം അവര് ചോദിച്ചിട്ടുണ്ടാവണം, പോലീസ് ചോദിച്ചിട്ടുണ്ടാവണം. എനിക്ക് ചോദിക്കാൻ പറ്റി, ഞാൻ കണ്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളോടൊപ്പമാണുള്ളത്. ഓക്കെ, താങ്ക് യു.